വലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പൊതുപരീക്ഷ 5ാം ക്ലാസ് തജ്വീദ് ലിസാൻ ഈ രണ്ട് വിഷയത്തിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ അതല്ലെങ്കിൽ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ അമർത്തുക. അതുപോലെ മറ്റുള്ള കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ തജ്വീദ് ലിസാനും ഒറ്റ വിഷയമായിട്ടാണ് പരീക്ഷയ്ക്ക് പരിഗണിക്കുന്നത്. അതുപോലെ അഖ്ലാഖും താരീഖും ഇതൊക്കെ ഒറ്റ വിഷയമാണ്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ പ്രവർത്തനം യോജിപ്പിക്കാം എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കുറേ ബ്രാക്കറ്റിൽ കുറേ വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് യോജിച്ച സ്ഥലത്തേക്ക് എന്ത് ചെയ്യുക, ഓരോന്നും എടുത്ത് എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് യോജിച്ചതെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ. ഉച്ചരിക്കുമ്പോൾ ശബ്ദഗതി അണ്ണാക്കിലേക്ക് ഉയരൽ, അതിന് പറയുന്ന പേര് എന്താണ്? ഇസ്തിഅ്ലാ എന്നാണ്. ഇവിടേക്ക് എഴുതിയെടുക്കുക. 2, അൽ ഖാരിഅത്തു എന്നതിലെ ഹാ. അൽ ഖാരിഅത്തു എന്നതിലെ ഹാഇന് എന്താണ് പേര്? എന്തിൻ്റെ ഹാ ആണത്? അത് തഅനീസിൻ്റെ ഹാ ആണ്. തഅനീസിൻ്റെ ഹാ ആണ് അൽ ഖാരിഅത്തു എന്നതിൻ്റെ അവസാനത്തുള്ള അതാ. ഇനി ഹാത്ത ആണത്. 3, ഇയ്യാക്ക എന്നതിലെ ഹംസ. ഇയ്യാക്ക നഅ്ബുദു വ ഇയ്യാക്ക നസ്തഈൻ എന്ന് പറയില്ലേ, അതിലെ ഇയ്യാക്ക എന്നതിലെ ഹംസ എന്താണ്? അത് വസ്ലാണോ ഖത്ത് ആണോ? മുകളിൽ കാണാം, അത് ഖത്ത് ആണ്. അപ്പോൾ ഖത്തുവിൻ്റേക്ക് എടുത്ത് എഴുതാം. ഇനി 4, ഖുർആൻ പകർത്തി എഴുതിച്ചു. ആരാണ് ഖുർആൻ പകർത്തി എഴുതിച്ചത്? മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. അപ്പോൾ ആ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. വ്യക്തമാക്കാം. 1, എപ്പോഴും സുക്കൂനായിരിക്കുന്ന ഹാ. എപ്പോഴും അവസാനത്തിൽ സുക്കൂനായിരിക്കും. അങ്ങനെയുള്ള ഹാ ഏതാണ്? അതെ, സക്തയുടെ ഹാ. അവിടെ എഴുതി കൊടുത്താൽ മതി. ഹാ ഉസ് സക്ത എന്ന് എഴുതി കൊടുത്താൽ മതി. സക്തയുടെ ഹാ ആണ് എപ്പോഴും സുക്കൂനായിരിക്കുക. 2, രണ്ടാമത്തെ ചോദ്യം, സജദയുടെ ആയത്തുകൾ എത്ര? സജദയുടെ ആയത്തുകൾ ഖുർആൻ എത്ര തവണ വന്നിട്ടുണ്ട്? 14 സ്ഥലങ്ങളിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചോദ്യം 3, ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിൻ്റെ അവസാനം നിർത്തുന്നതിന് പറയും. ശ്വാസം വിടാൻ വേണ്ടിയിട്ട് കലിമത്തിൻ്റെ അവസാനം നിർത്തുന്നതിന് പറയുന്ന പേരെന്താണ്? വഖഫ് എന്നാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം 4, കൽക്കലത്തിൻ്റെ അക്ഷരങ്ങൾ. കൽക്കലത്തിന് 4 അക്ഷരങ്ങളുണ്ട്. അതോ 5 അക്ഷരങ്ങളാ? അതെ, 5 അക്ഷരങ്ങളാണുള്ളത്. ഖുതുബ് ജദ് എന്നാണ് കൂട്ടിയിട്ട് പറയാം നമ്മൾ കൽക്കലത്തിൻ്റെ അക്ഷരത്തിന്. ഖാഫ്, അതുപോലെ തോ, ബ, അതുപോലെ ജീമ്, ദാല്. ഇതൊക്കെയാണ് അക്ഷരങ്ങൾ. ഖുതുബ് ജദ് കൂട്ടിയിട്ട് വായിക്കുമ്പോൾ ഖുതുബ് ജദ് എന്ന് വായിക്കാം. അക്ഷരങ്ങൾ മനസ്സിലാകാൻ വേണ്ടിയിട്ടുള്ള വാക്കാണ്. 5, ഇബിലീസിനെ വേദനിപ്പിക്കുന്ന സുജൂദ്. ഏത് സുജൂദാണ് ഇബിലീസിനെ അത്യധികം വേദനിപ്പിക്കുന്നത്? പ്രവർത്തനം പൂർത്തിയാക്കാം എന്നുള്ളതാണ്. 1, ഖൈറുക്കും ഡാഷ് വ അല്ലമഹു. അത് നമ്മുടെ 1ാമത്തെ പാഠത്തിലുള്ളതാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വ അല്ലമഹു. ഖുർആൻ പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാർ. 2, കലാമുൻ ഖദീമുൻ ഡാഷ് തനസ്സഹ ഡാഷ് വനിയത്തിൻ. അത് പൂരിപ്പിച്ചു കൊടുക്കുക. കലാമുൻ ഖദീമുല്ല യുമല്ലു സമാഉഹു തനസ്സഹ അൻ ഖൗലിൻ വ ഫിഅലിൻ വനിയത്തിൻ. 3, തഅനീസിൻ്റെ ഹാഇനെ ഡാഷ് ത ആയിട്ടും ഡാഷ് ഹ ആയിട്ടും ഉച്ചരിക്കണം. അതവിടെ അൽ ഹാ എന്നുള്ള പാഠത്തിലാണ് പറയുന്നത്. തഅനീസിൻ്റെ ഹാഇനെ ചേർത്തി ഓതുമ്പോൾ ത ആയിട്ടും അതിന്മേൽ വഖഫ് ചെയ്യുമ്പോൾ ഹ ആയിട്ടും ഉച്ചരിക്കണം. ഇനി ഉത്തരം എഴുതാം. ചോദ്യം 1, ഹാ ഉല്ലമീറിനെ നീട്ടേണ്ടുന്നത് എപ്പോൾ? ഹാ ഉല്ലമീറിനെ എപ്പോഴാണ് നീട്ടേണ്ടത്? ഉത്തരം
ഹാ ഉല്ലമീറിൻ്റെ മുമ്പും ശേഷവും ഹർക്കത്താണെങ്കിൽ. 2 നമുക്ക് ഖിറാഅത്ത് ലഭിച്ചത് ആര് മുഖേന. അവിടെ 2 തരത്തിലുള്ള ചോദ്യം വരും. ഒന്ന്, നമുക്ക് ഖിറാഅത്ത് ലഭിച്ച വിധം എന്ന് ചോദിക്കുമ്പോൾ മുഴുവനായിട്ടും പറയണം. ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു, അതിനുശേഷം അവർ ആർക്ക് പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ ഇവിടെ നമുക്ക് ഖിറാഅത്ത് ലഭിച്ചത് ആര് മുഖേന എന്നാണ്. അപ്പോൾ അവിടെ എഴുതേണ്ടത് ഹഫ്സ് ബിൻ സുലൈമാനുൽ കൂഫി എന്നവർ മുഖേനയാണ്. 3-ാമത്തെ ചോദ്യം, വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത് എന്നതിൻ്റെ അടയാളം ഏതാണ്? അത് ഖില എന്നതാണ്. വഖഫ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. അതിങ്ങനെ എഴുതാം. ഇനിയാണ് നമ്മുടെ ലിസാനിൻ്റെ ചോദ്യങ്ങൾ. കുട്ടികളധികം പ്രതീക്ഷിക്കുന്ന ഒരു വിഷയമാണ് ലിസാൻ. ഇതിലെ ചോദ്യങ്ങൾ ടഫായിട്ടാണ് കുട്ടികൾക്ക് തോന്നുന്നത്, പക്ഷേ സിമ്പിളാണ്. 1-ാമത്തെ പ്രവർത്തനം നോക്കാം. നംല ഉൽ ഫറാഗ ബിൽ മുനാസിബി, യോജിച്ചത് കൊണ്ട് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനാണ്. 1, ഇൻദഹു ഡാഷ് മിളല്ലാത്തിൻ, അവിടെ യോജിച്ച എണ്ണാണ് കൊടുക്കേണ്ടത്. ഏതാണ്? അർബഉ മിളല്ലാത്തിൻ, അവൻ്റെ അടുക്കൽ 4 കുടകളുണ്ട്. കാരണം അർബഉ എന്നതിൽ താ ഇല്ലെങ്കിൽ മിളല്ലാത്തിൻ എന്നതിൽ താ വരും. ഇനി ഓപ്പോസിറ്റ് ആയിരിക്കും. പുരുഷന്മാരെണ്ണാണെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. 2, അതിൻ്റെ ആ പാഠഭാഗത്തിൽ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനലിൽ അതിൻ്റെ ക്ലാസ് കൊടുത്തിട്ടുണ്ട്. അത് കിട്ടാത്തവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. എല്ലാ ക്ലാസ്സുകളതും ഉണ്ടാകും. ഏതോ ഒരു പാഠം മാത്രമേ ചെയ്യാത്തതുള്ളൂ. ബാക്കി മുഴുവൻ പാഠങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ താഴെ നിന്ന് എന്ത് ചെയ്താൽ മതി, ക്ലാസ് 5 ലിസാൻ ഓൾ ചാപ്റ്റർ ലിങ്ക് എന്ന് കൊടുത്താൽ മതി. ഞാൻ എന്ത് ചെയ്യുക, ലിങ്ക് വിട്ടുതരാം. ഇനി 2, ഡാഷ് ഖാലിദുൻ ബിദ്ദുബാമത്തി, എന്താണ് അവിടെ? ലഗിബ എന്നാണ്. ലഗിബ ഖാലിദുൻ ബിദ്ദുവാമത്തി, ഖാലിദ് പമ്പരം കൊണ്ട് കളിക്കുന്നു. കളിക്കുന്നു എന്നല്ല, കളിച്ചു. ലഗിബ എന്ന് പറഞ്ഞാൽ മാളിയാണ്, കളിച്ചു. 3, അൽ ബനാത്തു ഡാഷ് അൽ ഖുർആന, അവിടെ ഏതാണ്? അൽ ബനാത്തു, അവിടെ ഖറഇന എന്നാണ് വേണ്ടത്. ഖുർആൻ എന്ന് എഴുതിപ്പോയി. ഖറഇന എന്നാണ് കേട്ടോ. ഖറഇന. അപ്പോൾ അൽ ബനാത്തു ഖറഇനൽ ഖുർആന, പെൺകുട്ടികൾ ഖുർആൻ ഓതി. 4, ഡാഷ് അഖ്ലാമിൻ, അവിടെ ഏതാണ് യോജിച്ചത്? അർബഅത്തുൻ എന്നാണ്. അർബഅത്തുൻ അഖ്ലാമിൻ, 4 പേനകൾ. 5-ാമത്തത് ഡാഷ് അൽ ഉമ്മു അലൽ വലതി, അവിടെ യോജിച്ചത് തുസല്ലിമു എന്നാണ്. തുസല്ലിമുൽ ഉമ്മു അലൽ വലതി, ഉമ്മ കുട്ടിയുടെ മേൽ സലാം പറഞ്ഞു. ഇനി അടുത്ത പ്രവർത്തനം, നഖ്താറു മാ യുനാസിബു വനക്തുബുഹു ഫിൽ ഫറാഗി, ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതാനുള്ള പ്രവർത്തനം തന്നെയാണ്. തഷറബു ഡാഷ് അൽ മാ, അവിടെ ആരാണത് ചെയ്തിട്ടുണ്ടാവുക? ജുനൈദുൻ ജുമാനത്തുൻ, 2 പേരുകൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാണും ഒന്ന് പെണ്ണുമാണ്. അവിടെ തഷറബു എന്നായതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വന്നത് താ ആണ്. അപ്പം അതുകൊണ്ട് ഇവിടെ വരേണ്ടത് ആരാണ്? ജുമാനയാണ്. തഷറബു ജുമാനത്തു അൽ മാ, ജുമാന വെള്ളം കുടിക്കുന്നു. 2, യാ അഖി, എൻ്റെ സഹോദര, ഹൽ ഡാഷ് തൽബീനത്തൻ, അവിടെ അഖി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അവിടെ യോജിച്ച ഏതാണ്? ഷെരിബിത്ത എന്നാണോ ഷെരിബിത്തി എന്നാണോ? ഷെരിബിത്താണ്, കാരണം സഹോദരനല്ലേ. യാ ഉഖ്തി എന്ന് പറയുമ്പോഴാണ് ഷെരിബിത്തി വേണ്ടത്. പക്ഷേ ഇവിടെ യാ അഖി എന്ന് പറഞ്ഞതുകൊണ്ട് ഷെരിബിത്ത. 3, അത്വാലിബൂന, വിദ്യാർത്ഥികൾ ഡാഷ് ഇലൽ മദ്രസത്തി, അവിടെ യോജിച്ചത് ഖറജ എന്നാണോ ഖറജു എന്നാണോ? അവിടെ വേണ്ടത് ഏതാ? ഖറജു എന്നതാണ്. കാരണം ഇവിടെ അത്വാലിബൂന എന്ന് കൊടുത്തിട്ടുള്ളത് കുറേ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ഖറജു ഇലൽ മദ്രസത്തി
എല്ലാ വിദ്യാർത്ഥികളും എന്ത് ചെയ്തു? എല്ലാ വിദ്യാർത്ഥികളും മദ്രസയിലേക്ക് പുറപ്പെട്ടു. ഇനി 4 നഹ്നു ഡാഷ് അൽ ഖുർആന കുല്ല യൗമിൻ. അവിടെ നഖറഉ എന്നാണ് വേണ്ടത് അതോ അഖറഉ എന്നാണോ വേണ്ടത്? നഹ്നു എന്നതായതുകൊണ്ട് ഇവിടെ നഹ്നു അല്ല വന്നത്, അനയാണെങ്കിലാണ് അഖറ കൊടുക്കേണ്ടത്. പക്ഷെ നഹ്നു വന്നതുകൊണ്ട് നഖറഉ എന്നതാണ് കൊടുക്കുക. നഹ്നു നഖറഉ അൽ ഖുർആന കുല്ല യൗമിൻ. ഞങ്ങൾ എല്ലാ ദിവസവും ഖുർആൻ പാരായണം ചെയ്യും. 5 അസ്സാരിആനി ഡാഷ് ഇലൽ മസ്റഅത്തി. അവിടെ യോജിച്ച ഏതാണ് വിട്ടുപോയത്? ദഹബ എന്നാണോ ദഹബു എന്നാണോ? ഇവിടെ അസ്സാരിആനി ആയതുകൊണ്ട് മുസന്നയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ ദഹബ എന്നാ വരിക. മുസന്ന ആയതുകൊണ്ട് അസ്സാരിആനി എന്നല്ലേ. അപ്പോൾ ദഹബ ഇലൽ മസ്റഅത്തി. 2 കർഷകർ കൃഷിയിടത്തിലേക്ക് ദഹബ, 2 പേരും പോയി. ഇനി അടുത്ത പ്രവർത്തനമാണ് നുഅരിബ്, അറബിയാക്കാൻ. 1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ 10 കൊല്ലം താമസിച്ചു. എങ്ങനെ പറയും? ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മദീനത്തി 10 സിനീന. 2 ഇന്ന് ഞാൻ ഖുർആനിൽ നിന്ന് ഒരു ജുസ് ഓതി. അതിൻ്റെ നമുക്ക് എന്ത് ചെയ്യാം? മുകളിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതുതന്നെയാണ്. ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. ഖറഅത്തുൽ യൗമ മിനൽ ഖുർആനി ജുസ്അൻ, അത് എഴുതിയാൽ മതി. ഇനി അടുത്ത പ്രവർത്തനം നുതർജിമു, തർജിം ചെയ്യാം. 1 കാന ഇസ്മുൽ മദീനത്തി ഖബലൽ ഹിജ്റത്തി യസ്രിബ്. ഹിജ്റക്ക് മുമ്പ് മദീനയുടെ പേര് യസ്രിബ് എന്നായിരുന്നു. 2 ഹഫറ ജിബ്രീലു അലൈഹിസ്സലാം ബിഇർ സംസമ. ജിബ്രീൽ അലൈഹിസ്സലാം സംസം കിണർ കുഴിച്ചു. ഇവിടെ ഹഫറ എന്ന വാക്കിൻ്റെ അർത്ഥം പഠിച്ചു വെക്കണേ. കുഴിച്ചു എന്നാണ് അർത്ഥം. ബിഇർ കിണർ, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഒരു വെറൈറ്റി ചോദ്യങ്ങളാണ്. ഇനി നുജീബു, നമുക്ക് ഉത്തരം എഴുതാം. അഷ്ഹുറു താസിഉ മിനൽ അഷ്ഹുരിൽ ഹിജ്രിയത്തി മാഹുവ. ഹിജ്റ വർഷങ്ങളിൽ 12ാമത്തെ അല്ല 9ാമത്തെയാണ്. താസിഅ അല്ലേ, 9ാമത്തെ മാസം ഏതാണെന്ന്. അപ്പോൾ എണ്ണി വെക്കുക. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ ഊല, ജുമാദുൽ ഉഖറ, റജബ്, ശഅബാൻ, റമളാൻ. ഓക്കെ, റമളാൻ. 2 മുലാരിഉ ഫതഹ മാഹുവ. ഫതഹൻ്റെ മുലാരി എഴുതാൻ യഫ്തഹു എന്നാണ്. ഫതഹ യഫ്തഹു. 3 ഹൽ ഖറഅത്തൽ ഖുർആന സ്വബാഹൻ. നീ രാവിലെ ഖുർആൻ ഓതിയോ എന്നാണ് ചോദിച്ചത്. അപ്പം എങ്ങനെ? നഅം, അതെ. ഖറഅത്തുൽ ഖുർആന, ഞാൻ ഖുർആൻ ഓതി. സ്വബാഹൻ, രാവിലെ. ഇനി 4 അൽ അദദുൽ മുനാസിബു, യോജിച്ച എണ്ണം. ലി കലമാനി മാഹുവ. കലമാനി എന്നതിന് യോജിച്ച എണ്ണം ഏതാണ്? അത് വളരെ ഒരു വ്യത്യസ്തമായ ചോദ്യമാണ് കേട്ടോ. അതൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളിയും. അങ്ങനെയും ചോദിക്കാം. കലമാനി എന്നതിന് യോജിച്ച എണ്ണം എങ്ങനെയാണ്? കലമാനി സിനാനി, കലമാനി സിനാനി അങ്ങനെ വരിക. ഈ സിനത്താനി എഴുതരുതേ, കലമാനി സിനാനി. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ചോദ്യോത്തരങ്ങൾക്ക് അവസാനിച്ചു. ഇതുപോലുള്ള മറ്റു പേപ്പറുകൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.